റേക്കിയും ജ്യോതിഷവും. റേക്കി എന്ന് പറയുന്നത് ആക്ച്വലി 20th സെഞ്ച്വറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന അപ്പോഴാണിത് സ്റ്റാർട്ട് ചെയ്തത്. റേക്കിയിലൂടെ നമ്മൾ ചികിത്സിക്കുന്നത് റേക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ഊർജം എന്നത് തന്നെയാണ്. തൊടുമ്പോൾ തന്നെ അസുഖം മാറുന്നു. അത് കൈപുണ്യമാണോ എന്ന് ചോദിച്ചാൽ പല ഡോക്ടേഴ്സും പറയാതെ ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അത് അവർക്ക് പറയാൻ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പറയാൻ പറ്റില്ലാത്തതാണ്. അപ്പോൾ റേക്കി ഒരിക്കൽ അറ്റ്യൂൺ ചെയ്താൽ, അതായത് ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ എത്ര ജന്മങ്ങളെടുത്താൽ പോലും ആ റേക്കിയുടെ ഒരു സാമീപ്യം ഉണ്ടാകും. ജ്യോതിഷവും നമ്മൾ ഒരുപാട് രീതിയിൽ പലരെയും കാണുന്നുണ്ട്. ഈ ചെറുപ്പം മുതലേ ഇപ്പോൾ ഡോക്ടേഴ്സിനെ കാണുന്ന സമയത്ത് ജസ്റ്റ് അവർ തലോടുന്നു, അസുഖം മാറുന്നു. ഇതെന്താ ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്ന് അറിയുന്നില്ല. കുറേ കാലങ്ങൾ കഴിയുമ്പോഴാണ് പലരും പറയുന്നത് ഈ ഡോക്ടർ നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറാണെന്ന് പറയുന്നത്. സോ ഹീസ് എ റേക്കി ഹീലർ, അല്ലെങ്കിൽ ഹി വാസ് എ റേക്കി ഹീലർ. സോ ഒരു ജ്യോതിഷൻ റേക്കി അറിഞ്ഞാലുള്ള ഉപയോഗം എന്താണ്? റേക്കി എങ്ങനെ ഫലപ്രദമാകും ഒന്ന് പറയാമോ? ശരി. റേക്കി എന്ന് പറയുന്നത് ആക്ച്വലി 20th സെഞ്ച്വറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന അപ്പോഴാണിത് സ്റ്റാർട്ട് ചെയ്തത്. ജപ്പാനിലാണ് ഡോക്ടർ മിഖാവോ ഉസുയി എന്ന് പറയുന്ന ഒരു പണ്ഡിതനായ ഒരു വ്യക്തിയായിരുന്നു, പ്രീസ്റ്റായിരുന്നു. അദ്ദേഹം വലിയൊരു തത്വചിന്തകനായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഒരു സെമിനാരിയിൽ പഠിപ്പിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് അറിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് റേക്കിയെ യഥാർത്ഥത്തിൽ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. റേക്കിയിലൂടെ നമ്മൾ ചികിത്സിക്കുന്നത് റേക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ഊർജം എന്നത് തന്നെയാണ്. ആ ഒരു ലൈഫ് ഫോഴ്സ് എനർജി എന്ന് പറയുന്നതാണ് റേക്കി. അത് നമുക്കറിയാം, ഇവിടെ നമുക്ക് സുലഭമായിട്ടും ആരോടും ചോദിക്കാതെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധനം, അല്ലെ, കാശ് കൊടുക്കാതെ ഒന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഏക സാധനമാണ് എനർജി. അപ്പോൾ ഈ എനർജി, സുലഭമായിരിക്കുന്ന ഈ എനർജി വെച്ചിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് റേക്കി. ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അസുഖം മാറുന്നു. അത് കൈപുണ്യമാണോ എന്ന് ചോദിച്ചാൽ പല ഡോക്ടേഴ്സും പറയാതെ ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അത് അവർക്ക് പറയാൻ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പറയാൻ പറ്റില്ലാത്തതാണ് ഈ ഒരു മൊഡാലിറ്റി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ബിക്കോസ് പ്രൊഫഷൻ്റെ ഒരു കാരണമായിരിക്കും, നമുക്കതിൽ ചോദ്യം ചെയ്യാനോ അതിനൊന്നും അവകാശമില്ല. അതൊക്കെ ഓരോ വ്യക്തികളിൽ അധിഷ്ഠിതമായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റേക്കിക്ക് ജാപ്പനീസ് രീതിയിലുള്ള പല സിംബൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റേക്കി ഒരിക്കൽ അറ്റ്യൂൺ ചെയ്താൽ, അതായത് ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ എത്ര ജന്മങ്ങളെടുത്താൽ പോലും ആ റേക്കിയുടെ ഒരു സാമീപ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ റേക്കി നല്ല രീതിയിൽ അറ്റ്യൂൺഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഏതൊരു ഗുരുക്കന്മാർ നൽകിയാലും അത് നല്ല രീതിയിലുള്ള അറ്റ്യൂൺമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ അറ്റ്യൂൺമെൻറ്റ് കിട്ടിക്കഴിഞ്ഞ ഒരു വ്യക്തിയിൽ എപ്പോഴും റേക്കിയുടെ ആ ഒരു പ്രഭാവം ഉണ്ടായിരിക്കും. സോ ഇവർ ഡെയിലി പ്രാക്ടീസിലൂടെ ഇത് വളരെയധികം ബലവത്താക്കിക്കൊണ്ടിരിക്കും. നമുക്കൊരു മന്ത്രം കിട്ടിയാൽ നമ്മളറിയാം, അത് ആദ്യം നമ്മൾ 21 ഉരുവായിരിക്കും ഉരുവിടുന്നത്. അതിൻ്റെ കൗണ്ട് കൂട്ടുന്തോറും അതിൻ്റെ ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. 108 ആകുമ്പം ആ 21ൻ്റെ അല്ല നമുക്ക് കിട്ടുന്ന അനുഗ്രഹം. അതുപോലെ അത് 1008 ആകുമ്പോൾ അത് അതിനനുസരിച്ചിട്ട് കൂടി വരുന്നു. അതേപോലെ തന്നെയാണ് ഒരു റേക്കി ഉപാസകനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിനും ഓരോ ദിവസവും ഇത് എനർജൈസ് ചെയ്ത് പോകുന്തോറും ഇതിൻ്റെ എനർജി കൂടുതലായിട്ട് വരും. അപ്പം ഡെയിലി നമ്മൾ സിമ്പൽ വരച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുമ്പോഴും റേക്കിയുടെ ആ ഒരു ഒഴുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ചക്രാസിലൂടെ പോയി എപ്പോഴാണെങ്കിലും റേക്കി എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ കൈകളിൽ ആ എനർജി എത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു ഉപാസകന്റെ ഉപാസനയുടെ ബലം അനുസരിച്ചിരിക്കും. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, ആ റേക്കി അവിടെ പ്രവർത്തിച്ചിരിക്കും. ഈ കോസ്മിക് എനർജി നമ്മുടെ കൈകളിലേക്ക് എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സിമ്പിൾ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി. പക്ഷേ ഈ സിമ്പിള് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണ രീതിയിൽ ആൾക്കാർക്ക് അറിയേണ്ട ഒരു ആഗ്രഹമാണ്. ഒരു പനിയുള്ള ഒരാൾ വന്നിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിൽ. ഇപ്പോൾ ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്നു, ഹോപ്പ്ഫുള്ളി അത് ശനിദശയായിരിക്കാം. ശനിദശയിൽ അദ്ദേഹത്തിന് മന്ദതയുണ്ട്, പുള്ളിക്ക് ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ടോട്ടലി ഒരു മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് ഒരു പനിയും കൂടെ പിടിവിട്ടു. ഈ പനി സമയങ്ങളിൽ ആസ് എ ജ്യോതിഷൻ അല്ലെങ്കിൽ ആസ് എ റേക്കി ഹീലർ ഈ പനി എങ്ങനെ മാറ്റുക? ആക്ച്വലി ഈ പനി വരുന്നത് തന്നെ അതൊരു രോഗമല്ല.
രോഗലക്ഷണം മാത്രമാണ്. അതെ. അപ്പോൾ ഈ രോഗലക്ഷണം എന്ന് പറയുന്നത് ഞാൻ നമ്മളിപ്പം റേക്കിയിലൂടെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ ഓറ ബോഡിയെ ക്ലെൻസ് ചെയ്ത് നമ്മുടെ ചക്രാസിനെ പ്രൊപ്പോർഷനേറ്റ് ആക്കി എടുക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ നമ്മുടെ ഈ ഓറ ബോഡിയിൽ ഹിറ്റ് ആവുന്നതാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓറ ബോഡിയിൽ ഹിറ്റായ സംഭവങ്ങൾ നമ്മുടെ ചക്രാസിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ക്ലയന്റിന് പനിയായിട്ടത് ഫീലായി വരുന്നത്. ആദ്യമേ പറഞ്ഞല്ലോ, മെഡിക്കൽ സയൻസ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പനി എന്ന് പറയുന്നത് ഒരു സിംറ്റമാണ്, അതൊരു രോഗമല്ല. സോ കറക്റ്റ് ആണ്. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റേക്കി ഹീലർ ഈ ചക്രാസിനെ പ്രൊപ്പോർഷനേറ്റ് ആക്കി ഓറ ഒന്ന് ബ്രൈറ്റൻ ചെയ്യുമ്പോൾ തന്നെ പനി മാറേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഓക്കെ. ഈ സാധാരണ രീതിയിൽ റേക്കി എന്ന് പറയുന്നത് ഒരു ജ്യോതിഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ദശാകാലങ്ങളിൽ വരുന്ന ക്രോണിക് ആയിട്ടുള്ള കേസസിനെ ഈ ജ്യോതിഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ജ്യോതിഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് വേറൊരു മൊഡാലിറ്റിയാണ്. അപ്പം ഒരു മൊഡാലിറ്റിയിൽ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ലേ സ്പെഷ്യലൈസേഷൻ എന്തിനാണ്? ഒരു ജനറൽ സർജൻ അല്ലെ ജനറൽ മെഡിസിനിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ നമുക്ക് ഇപ്പം എല്ലാ രോഗത്തിനും നമ്മൾ പോയി കാണുമോ? ഇല്ല. നമുക്ക് ഒരു ജനറൽ പ്രാക്ടീഷണറിന്റെ അടുത്ത് നമ്മൾ ചെല്ലണ സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പനിയായിട്ടാണ് ചെല്ലുന്നത്. ബട്ട് അവരുടെ ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് നോക്കണ സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സിംറ്റം വേറെ എന്തെങ്കിലും കണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് അതിൽ തോന്നുന്നത്, ഈവൻ കിഡ്നിയുടെ പ്രോബ്ലം ആണെങ്കിൽ ഡെഫിനറ്റ്ലി നെഫ്രോളജിസ്റ്റിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കില്ലേ. അപ്പം അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആള് അതിനകത്ത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ് നല്ലത്. കാരണം ജ്യോതിഷന് ഇത് അറിയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല, നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ഒരു മൊഡാലിറ്റിയിൽ ജ്യോതിഷത്തിന്റെ എന്ന് പറയുമ്പോൾ കടല് പോലെയാണ്. നമ്മൾ എത്ര ജന്മം എടുത്താലും പഠിച്ചു തീരാൻ അല്ലേ, അത് ഒത്തിരി 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 അറിവുകൾ ഇന്ന് അറിഞ്ഞതുപോലെ ആയിരിക്കില്ല നാളെ ഒരാളുടെ ജാതകം കാണുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എത്ര പഠിച്ചാലും തീരാത്ത കടലാണ് ജ്യോതിഷം. അപ്പൊ അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ റേക്കി പഠിക്കുവാണെങ്കിൽ നല്ലതാണ്. ബട്ട് അവരത് എത്രമാത്രം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ റേക്കി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന നെഗറ്റീവ് എനർജി ഈ പറയുന്ന ഹീലറിന് വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അതാണ് വേറൊരു കാര്യം. ഇവിടെ ആരാണ് ട്രീറ്റ് ചെയ്യണത്? സാധാരണ ഒരു ചാനലാണെന്നുള്ളതാണ് ഡിവൈൻ എനർജിയുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷേ മെജോറിറ്റി ആൾക്കാർ അത് ചിന്തിക്കുന്നത് ഞാനെന്ന് പറയുന്ന വ്യക്തിയാണല്ലോ അത് ഹീൽ ചെയ്യുന്നത്. സോ ഒരു നെഗറ്റീവ് എനർജി എൻ്റെ ബോഡിയിലേക്ക് വന്നാൽ ഹൗ ഐ ക്യാൻ എന്താ പറയുക ഡിസ്ട്രോയ് ദറ്റ് എനർജി? ആ ഒരു ഹീലറിനാണ് ആദ്യം ഹീല് വേണ്ടതെന്ന് ഞാൻ പറയും. കാരണം അഹം എന്ന് പറയുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഹീലർ ആദ്യം ട്രീറ്റ് ചെയ്യണം. കാരണം റേക്കി ആണെങ്കിലും റേക്കി അല്ലേ ഹീൽ ചെയ്യുന്നേ. അപ്പൊ ഈ ഒരു നെഗറ്റീവ് അറ്റാക്ക് റേക്കിക്കല്ലേ വരിക. അവിടെ എങ്ങനെ എനിക്ക് വന്നു? ഞാനെന്ന ഭാവം, ആ പ്രൈഡ്. അപ്പൊ ഈ ഹീലറുടെ ആ പ്രൈഡിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ. ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മൾ ആരും സൂപ്പർ നാച്ചുറൽ പവേഴ്സ് അല്ല. എന്റെ മുന്നിലിരിക്കുന്ന ക്ലയന്റും ഞാനും ആ ഒരു സുപ്രീം ബീയിങ്ങിന്റെ പാർട്ടിക്കിൾസ് ആണ്. ആ ഒരു സോൾ റിയലൈസേഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഹീലറും അയ്യോ അതെനിക്ക് കർമ്മയടിക്കും, അയ്യോ അത് ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്ന് പറയില്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നത് എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്താണെങ്കിൽ ഫീസ് എന്ന് പറയുമല്ലേ, നമുക്കിവിടെ ഒരു എനർജി എക്സ്ചേഞ്ച് ചെയ്യും അല്ലേ. ക്ലയൻറ്റ് നമ്മളെ വന്ന് കണ്ടു കഴിഞ്ഞാൽ എനർജി എക്സ്ചേഞ്ച്. അപ്പോൾ ഈ കർമ്മ എടുത്ത് വെക്കുന്ന ആൾക്കാർക്ക് ആരെങ്കിലും കാശ് കൊടുക്കും? ഇല്ല. അപ്പം ഈ എനർജി എക്സ്ചേഞ്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു രോഗിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം അവിടെ കട്ടായില്ലേ. നമ്മുടെ അച്ഛനോ അമ്മയോ ആണെങ്കിലും നമ്മൾ കാശ് വാങ്ങിക്കോ? നമുക്ക് ബന്ധങ്ങളുടെ വിലയുണ്ടല്ലേ. അപ്പോൾ ക്ലയന്റ് വന്നിരിക്കുമ്പോൾ നമ്മൾ അവരോട് കാശ് വാങ്ങുമ്പോൾ നമുക്ക് ബന്ധങ്ങൾ പോലും ഇല്ല. ആ ബന്ധങ്ങൾ പോലും ഇല്ലാത്ത ഒരാൾക്ക് ഞാനെന്ന ഭാവം ഇപ്പുറത്തിരിക്കുന്ന ആൾ കൊടുക്കുന്നത് ശരിയാണോ? അതിൻ്റെ ഒരു ചിന്ത വെക്കണത് നല്ലതാണ്. ഇപ്പം നമ്മുടെ പാരൻസ് ആണെങ്കിൽ പോലും, ഇപ്പം നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളാണെങ്കിൽ പോലും അതിനും ഒരു ചെറിയ എനർജി എക്സ്ചേഞ്ച് എല്ലാ ഹീലേഴ്സും വാങ്ങണം എന്നാണ് പറയുക. കാരണം ഇപ്പം അവരുടെ നിന്ന് കാശായിട്ട് വാങ്ങാൻ പറ്റില്ല. അവരുടെ പാരൻസ് ആണെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹം മതി നമുക്ക്. കുട്ടികളാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മധുരമായ ഒരു ഉമ്മ മതി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അവിടെ എനർജി കട്ട് ചെയ്യുന്നത്. ഈ ഒരു എനർജി കട്ട് ചെയ്യാനും കൂടി ഈ പ്രാക്ടീഷണറുടെ ഗുരു പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പം അത് എപ്പോഴോ ഞാനെന്ന ഭാവം എപ്പോ വരുന്നോ അപ്പോഴായിരിക്കാം ഒരു പക്ഷേ ഈ ഹീലറിന്റെ മനസ്സിൽ നിന്നും ഈ എനർജി എക്സ്ചേഞ്ചിന്റെ പാർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത്. അങ്ങനെ വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്ക് കർമ്മ അടിക്കുക. റേക്കി ചെയ്യുമ്പോൾ ഒരിക്കലും
എനിക്ക് കർമ്മ അടിക്കും, അടിക്കുന്നില്ല. എനിക്ക് എനർജി കൂടുതലുള്ളൂ. കാരണം റേക്കി നമുക്കൊരു പവർ തരുമ്പോൾ അത് ലിമിറ്റഡ് ആയിരിക്കില്ല. അവരിങ്ങനെ വല്ലാതെ നമുക്ക് ഒഴുക്കി വിടും. ഈ മുന്നിരിക്കുന്ന ക്ലയൻറ്റിന് ആവശ്യമുള്ളതേ എടുക്കുള്ളൂ, ബാക്കി ഹീലറുടെ കയ്യിലാണ്. അപ്പോൾ ഹീലറിന് അത് വെച്ചിട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ലോകത്തിന് ചെയ്യാം. ആ എനർജി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയെ അനുഗ്രഹിക്കാം, നമുക്ക് റൂട്ട് ചെയ്യാം, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹീലേഴ്സ് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ മേജർ ഡിസീസ് റേക്കി ഹീലേഴ്സ് പലരും ട്രീറ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ആക്ച്വലി ഇപ്പം എൻ്റെ അടുത്ത് ക്യാൻസർ പേഷ്യൻസ് പോലും വരാറുണ്ട്. അപ്പം ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ക്യാൻസർ മൊത്തമായിട്ട് മാറ്റി കൊടുക്കാമെന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. അത് മുകളിലിരിക്കുന്ന ആൾ തീരുമാനിക്കണം. ബിക്കോസ് ഐ ആം ഓൺലി ദ ചാനൽ, ഞാനല്ല ഹീൽ ചെയ്യുന്നത്. സോ ഞാൻ ഈ എൻ്റെ മുന്നിൽ വന്ന ആളുടെ ക്ഷീണവും തളർച്ചയും എനിക്ക് മാറ്റി കൊടുക്കാൻ സാധിച്ചാൽ അത്രയും റേക്കി എനിക്ക് തരുന്ന പുണ്യമായിട്ട് ഞാൻ കരുതിയാൽ പോരെ. അപ്പോൾ അത് എന്തുകൊണ്ട് മടിക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊക്കെ വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. ശരി, ഒരു സ്യൂഡോ സയൻസിൻ്റെ അധിഷ്ഠിതമായ ഒരു ശാഖയാണ് റേക്കി എന്നൊരു കൺസെപ്റ്റാണ് മാർക്കറ്റിലുള്ളത്. സോ തെറ്റിദ്ധാരണകൾ മാറട്ടെ, എല്ലാവർക്കും ഹീൽ ചെയ്യാനുള്ള കഴിവുകളുണ്ടാകട്ടെ. ഏതൊരു ജ്യോതിഷനും റേക്കിയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും സാധാരണ പൃച്ഛകന് അല്ലെങ്കിൽ ഒരു ജാതകന് പൂർണ്ണമായിട്ടുള്ളൊരു ആശ്വാസം ലഭിക്കുമെന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് കൺക്ലൂഡ് ആവുന്നത്. നന്ദി, നമസ്കാരം. താങ്ക് യു.